13 നടന്ന അമ്മ ഷോയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാനുണ്ട് അബാദ് പ്ലാസയിൽ വരുമ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കുവാണ്. അപ്പം ഞാൻ ഈ നടിയെ ചോദിക്കുന്നു, എവിടെയെന്ന് ചോദിക്കുന്നു, റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടി ഇരുന്ന് കരയുവാണ്. രഞ്ജുവിന് ഇതിനകത്ത് ഏറെക്കുറെ പല സത്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയല്ലേ രഞ്ജു? യാഥാർത്ഥ്യങ്ങളാണ്. ശരിക്കും അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? കണ്ടതിന് ശേഷം നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് കണ്ടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് ശരിയാകും. കേസ് വിസ്താരം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സാക്ഷി പട്ടികയിൽ വരുന്നത്. ഞാനും മറ്റൊരു നടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പോലീസുകാർക്ക് കിട്ടി. ആ പ്രസന്റ് ഓഫ് മൈൻഡിൽ ഞാൻ വിചാരിക്കുന്നത് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള മാനസിക വിഷമം എനിക്ക്. അതുകൊണ്ട് അവളെ ഞാൻ കാണുന്നില്ല. നിന്നെ തട്ടിക്കളയും, നീ ഇനി അധികം നാൾ മേക്കപ്പ് ഒന്നും ചെയ്ത് ഇവിടെ ജീവിക്കത്തില്ല, അതിനുള്ള പണി ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വിട്ട് ഞാൻ ഒരു അണ്ണുവേടോ ഞാൻ ചലിക്കുകയല്ല. ഇവനിപ്പോൾ നാളെ എന്നെ ഈ അതിജീവിത വർക്കിന് വിളിച്ചില്ലെങ്കിലും ലോകത്തൊരു ആർട്ടിസ്റ്റുകളും എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചില്ല എന്നെങ്കിൽ പോലും ഇനി ഞാൻ അതിനെ തരണം ചെയ്യും. കേസിൽ സാക്ഷി ഇതിൽ വന്നതിന് ശേഷം രഞ്ജുവിന്റെ ഫോണും മോണിറ്റർ പെടുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ രഞ്ജു? ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. അതിജീവിത എന്ന് പറയുന്നത് ഒരു അതിജീവിത തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൽ ഇനിയും നടക്കാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും, കാലം എത്ര ഓടിയാലും. വെൽക്കം രഞ്ജുമാർ. രഞ്ജു സ്വാഗതം. നമസ്തേ. സ്വാഗതം പറയേണ്ട ഒരു ഫോർമാലിറ്റീസ് ഒക്കെ വേണോ? വേണ്ട, നമ്മൾ ഒരുപാട് വർഷം പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. സുഖമായിട്ടിരിക്കുന്നത്? സുഖം, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട്. ഞാൻ ആലുവേല വീട്ടിലാണ് ഒരുപാട് ഓണം വന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ചില ആളുകള് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് വിനയായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരാളൊരു പ്രവൃത്തി ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ചില ആളുകൾക്ക് ദോഷം വരുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ ആ പ്രവൃത്തിയെ തടയാൻ നോക്കുകയും ആ ആളെ ഇല്ലതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നോർമൽ കേസിൽ അങ്ങനെയാണ്. രഞ്ജു എന്ത് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷെ രഞ്ജുവിനെതിരെ വധഭീഷണികൾ വരുന്നു എന്ന് രഞ്ജു പറയാൻ റീസൺ? അതിപ്പം അതൊരു വധഭീഷണി തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനും സുമേഷ് ഏട്ടൻ്റെ എന്തെങ്കിലും ഒരു വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ഇവനിപ്പോൾ എന്നെ വിളിക്കുന്നവർ, ഫോണിൽ കൂടി വിളിക്കുന്നവർ സുമേഷ് ഏട്ടനുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആണോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഇപ്പം എന്നോട് ചെറിയൊരു നീരസം ഉള്ളവർക്ക് വേണമെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത് പറയാം. പക്ഷെ ഇയാൾ അതിനകത്ത് ഒന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ? അതായിരിക്കും സത്യാവസ്ഥ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ അവരുടെ ടീം ഓഫ് ഒരു ഗ്രൂപ്പ് എന്നെ വിളിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. സംതിങ് ആരൊക്കെയോ വിളിക്കുന്നു, നിന്നെ തട്ടിക്കളയും, നീ ഇനി അധികം നാൾ മേക്കപ്പ് ഒന്നും ചെയ്ത് ഇവിടെ ജീവിക്കത്തില്ല, അതിനുള്ള പണി ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ വായിലെ നാക്ക് അടക്കി ഇരുന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആരോ പുറത്ത് ഔട്ട് ഓഫ് കൺട്രി എന്നൊക്കെ കോള് വരാറുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയും, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരൂ. ഞാനിവിടെ അങ്കമാലിയിലാണ്, കവരപ്പറമ്പിലാണ് വീട്. സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ വരാൻ പറയും. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ? പേടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, സത്യമായിട്ടും പേടിച്ചിട്ടില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഈ ഒരു ഭൂമിയിൽ ജനിച്ചു. ഇപ്പം എൻ്റെ അമ്മ ഞാൻ ജനിക്കണമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായതല്ല ഞാൻ. എൻ്റെ അച്ഛനും അമ്മയും റിലേഷൻഷിപ്പിലായ സമയത്ത് ഉണ്ടായതാണ് ഞാൻ. ഒരിക്കലും രഞ്ജുമാർ എന്ന് പറയുന്ന ഒരാൾ ജനിക്കണം എന്നൊരു പ്ലാനിങ്ങോട് കൂടിയല്ല അത് സംഭവിച്ചത്. അപ്പം ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. എപ്പോൾ പോകുന്നു എന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് മാത്രം എനിക്ക് ചിന്തിച്ചാൽ മതി. വാട്ടെവർ അത് എപ്പോൾ സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ, സീരിയസ്ലി. ഈ അടുത്ത സമയങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ രഞ്ജുവിൻ്റെ പേര് മെൻഷൻ ചെയ്ത് വരുന്ന ന്യൂസും വെറുതെ രഞ്ജുമാർ എന്ന് ടൈപ്പ് കൊടുത്ത് ഞാൻ വരുന്നതാണ്. നമ്മുടെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിൽ രഞ്ജുമാർ സാക്ഷിയാവുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വരുന്നത്. ശരിക്കും അതിനെ തുടർന്നാണ് ഈ വധഭീഷണിയൊക്കെ. എൻ്റെ ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരുന്നു. ശരിക്കും അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? ഇല്ല, ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഈ സാക്ഷി പട്ടികയിൽ വന്നു, കേസ് വിസ്താരം കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും സാക്ഷി പട്ടികയിൽ വരുന്നത്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും മറ്റൊരു നടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം പോലീസുകാർക്ക് കിട്ടി, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. അതെങ്ങനെ കിട്ടി? അതെനിക്ക് തോന്നുന്നു ഈ ഇവരുടെ എല്ലാവരുടെയും ഫോൺ
ടാപ്പ് ചെയ്തതാണോ ഇനി ഫോൺ പിടിച്ചു വാങ്ങിച്ച സമയത്ത് കിട്ടിയതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനപ്പോൾ ഹൈദരാബാദിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു. അപ്പോൾ എന്നെ തുടരെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞ കാണാൻ വരാം എന്നൊക്കെ പറഞ്ഞു. ഞാനും പിന്നെ അതങ്ങ് വിട്ടു, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കവേ ഞാൻ നാട്ടിലെത്തി. കുറേ നാൾ കഴിയുമ്പോഴാണ് നിങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലൊന്ന് വരണമെന്ന് പറഞ്ഞു, ആലുവയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെനിക്ക് ഈ വോയിസ് കേൾപ്പിച്ച് തരുവാണ്. കോൾ റെക്കോർഡല്ല, ഞാൻ അങ്ങോട്ട് അയക്കുന്ന വോയിസ്, വാട്സപ്പിൽ അയച്ച, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരിക്കുന്ന വോയിസ് മെസ്സേജുകൾ. അപ്പൊ ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന കാര്യം ഇതെന്നെ കേൾപ്പിച്ച്, ഇത് നിങ്ങളാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. വേറൊരു വോയിസ് കേൾപ്പിച്ചിട്ട് ഇതാ നടിയാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. നടിയുടെ അച്ഛൻ മരിച്ച ദിവസം നടന്ന ഒരു സംഭാഷണമാണ്, ആ സംഭാഷണമായിട്ട് ഇത്. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. 2013 നടന്ന അമ്മ ഷോയിൽ, 2013 നടന്ന അമ്മ ഷോയിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാനുണ്ട്, ഞാനാണ് നടിക്ക് മേക്കപ്പ് ചെയ്യുന്നത്. മറ്റൊരു നടിക്കും ഞാനാണ് മേക്കപ്പ്, ഏകദേശം 3-4 നടിമാർക്ക് ഞാനാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇച്ചിരി ഒരു ഓവർ എക്സൈറ്റ്മെൻ്റ് ഉള്ള ആളാണ് ഈ മേക്കപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് അവാർഡ് ഫങ്ഷൻസുകൾ എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ള നടിമാരെക്കാൾ മികച്ച എൻ്റെ നടിമാർ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തും പോയി ഞാൻ മേടിക്കും. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ പോയി ബ്രോഡ്വേയിൽ നിന്ന് കളക്ട് ചെയ്തു. ഇത് ഇന്ന ആൾക്ക് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു അബാദ് പ്ലാസയിൽ വരുമ്പോൾ അവിടെ റിഹേഴ്സൽ നടക്കുവാണ്. അപ്പം ഞാൻ ഈ നടിയെ ചോദിക്കുന്നു, എവിടെയെന്ന് ചോദിക്കുന്നു, റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കുട്ടി ഇരുന്ന് കരയുവാണ്. കരഞ്ഞതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ മറ്റുള്ള നടിമാരാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്, ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു എന്നുള്ളത്. ഇത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് എന്താണെന്നൊന്നും അറിയത്തില്ല. ഈ 2017 ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ അന്ന് രാവിലെ എനിക്ക് 2 ആർട്ടിസ്റ്റുകളുടെ മേക്കപ്പ് ഉണ്ട്. ഒന്ന് പ്രയാഗ മാർട്ടിൻ്റെ മേക്കപ്പ് ചേർത്തലയിൽ ഒരു ആഡ് ഷൂട്ടാണ്, ഒന്ന് രമ്യ നമ്പീശന് മഴവിൽ മനോരമയിൽ ഒരു ഷൂട്ട്. അപ്പോൾ രാവിലെ ഞാൻ പോയി പ്രയാഗ മാർട്ടിന് മേക്കപ്പ് ചെയ്ത് കൊടുത്ത് അസിസ്റ്റന്റിനെ അവിടെ നിർത്തി തിരിച്ച് ഞാൻ മഴവിൽ മനോരമയിൽ വന്ന് രമ്യ നമ്പീശന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കുവാണ്, അവളെ കണ്ടിട്ട് കുറേ നാളായല്ലോ, എന്താ വിശേഷം? അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് പേര് എൻ്റെ മക്കളാണെന്നുള്ള രീതിയിൽ കളിയാക്കും. ഇപ്പം രമ്യ നമ്പീശൻ, ഭാവന, റിമി ടോമി, മുക്ത, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് എനിക്ക്. അപ്പോൾ 5-6 പേരെ ഞാനിങ്ങനെ പറയാം. അപ്പം ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും, ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ ഉണ്ടായതാണ് ഭാവന, ചോറ്റാനിക്കര മകം തൊഴാൻ പോയപ്പോഴുണ്ടായതാണ് രമ്യ നമ്പീശൻ, പാലാ പള്ളിയിൽ പോയപ്പോൾ ഉണ്ടായതാണ് റിമി ടോമി. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ തമാശയ്ക്ക് ഞാൻ പറയും. അപ്പം അങ്ങനെ കുറേ മുക്ത, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജ്യൂസ് കലക്കി തന്നുണ്ടായതാണ് മുക്ത. ഇങ്ങനെയൊക്കെ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു കിടന്ന് ചിരിക്കുന്ന ഒരാളാണ്. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു അവളെ കണ്ടിട്ട് കുറേ നാളായെന്നാണ്. അപ്പം രമ്യാണ് എന്നോട് പറയുന്നത്, അവൾ രാത്രിയിൽ വരുന്നുണ്ട്, നീ ഫ്രീ ആണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രമ്യയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്ത് ഞാൻ തിരിച്ച് ചേർത്തലയ്ക്ക് പോയി. ചേർത്തലയിൽ പോയി മേക്കപ്പ് കഴിഞ്ഞു, പ്രോഗ്രാം എല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഏകദേശം 8-8:30 മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ കഴിഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രെയിൻ വന്നിട്ട് എനിക്ക് വൊമിറ്റിംഗ് ആണ്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ളതാണ്. അന്ന് ഞാൻ ആലുവ ചിത്രാലയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ തിരിച്ചിങ്ങ് പോന്നു. ഞാൻ ഇവരെ വിളിച്ചതുമില്ല, രാത്രി കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നെ വിളിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അതിനെപ്പറ്റി പിന്നെ ഫോളോ അപ്പ് ചെയ്യാനും പോയില്ല. പിറ്റേന്ന് രാവിലെ മറ്റൊരു നടിയാണ് എന്നെ വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ന്യൂസ് മാതൃഭൂമിയിൽ കാണിക്കുന്നുണ്ട്, നീ ഒന്ന് നോക്കൂ, ഇന്ന ആളാണോ എന്നെനിക്ക് സംശയമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ന്യൂസ് വെച്ച് നോക്കുന്നത്. പിന്നീട് എനിക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് എനിക്ക് വന്നു. എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ എൻ്റെ ഉള്ളിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പോസിറ്റ് വന്ന സമയമാണല്ലോ. അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാം. പൊട്ടബുദ്ധി ആയിരിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ആ പ്രസൻറ്റ് ഓഫ് മൈൻഡിൽ ഞാൻ വിചാരിക്കുന്നത് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള മാനസിക വിഷമം എനിക്ക്. അതുകൊണ്ട് അവളെ ഞാൻ കാണുന്നില്ല. പിന്നീട് ഞാൻ ആളെ കാണുന്നത് 2017 തന്നെ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ അങ്ങാണ്ട് വനിതയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വരുമ്പോഴാണ്, കവർ പേജ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണുന്നത്.
അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സാക്ഷി പട്ടികയിൽ വരുന്നത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഇടിച്ചു കയറി ചെന്നിട്ട് ഞാൻ സാക്ഷിയാകാം, എനിക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കത് അതിൻ്റെ ഞാൻ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. കാലം എത്ര ഓടിയാലും അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഒരു പക്ഷേ ഈ 2013 മറ്റേ ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു രഞ്ജുവിന് ഇതിൻ്റെ അകത്തുള്ള ഇപ്പം നമുക്ക് ഒരിക്കലും പുറത്ത് പറയാൻ പറ്റില്ല, പക്ഷെ രഞ്ജുവിന് ഇതിനകത്ത് ഏറെക്കുറെ പല സത്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയല്ലേ രഞ്ജു? അല്ല, നമുക്ക് ഈ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ സാധ്യതകളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റെ കണ്ണിൽ കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ എനിക്കതിന് ഞാൻ ആർക്ക് വേണ്ടിയിട്ട് പറയണം, എന്തിനു വേണ്ടിയിട്ട് പറയണം? ഇനി ഞാൻ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഇൻസിഡൻറ്റിന് സപ്പോർട്ട് ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ട് എനിക്ക് നഷ്ടമായത് എൻ്റെ സ്കില്ല് വളർത്താനുള്ള അവസരങ്ങളായിരുന്നു. മനസ്സിലായോ? ഞാനൊരു ഗുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്ന് ഞാൻ പ്രൂഫ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എനിക്കിനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റിന് ഉള്ള വഴികൾ എനിക്ക് അടഞ്ഞു പോയിരുന്നു. ഇപ്പം ഒരു ബ്രൈഡിനെ ഒരുക്കുന്നത് പോലെ അല്ല ഒരു സെലിബ്രിറ്റിയെ ഒരുക്കുന്നത്, ഒരു നടിയെ ഒരുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, എനിക്ക് അത്രയും തിരക്കുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓരോ ആർട്ടിസ്റ്റുകൾക്ക് വാണ്ടഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം എനിക്ക് ഒരുപാട് അവസരങ്ങൾ, സിനിമ ഷൂട്ടിങ്ങുകളാണെങ്കിലും പരസ്യങ്ങളാണെങ്കിലും ഫോട്ടോഷൂട്ടുകളാണെങ്കിലും പേഴ്സണൽ വർക്കുകളാണെങ്കിലും ആരും തന്നെ എന്നെ എല്ലാവരും തഴയപ്പെട്ടു. കാരണം നമ്മൾ ശബ്ദമുയർത്തുന്നവരാണ്. എന്തോ എനിക്കറിയില്ല ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. ഐ നോ മൈസെൽഫ്, ഞാനൊരു നല്ല പ്രോഡക്റ്റ് നോളജ് ഉള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഈ അന്വേഷിച്ചിരുന്നില്ല എന്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നും? നോ, ഞാൻ ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചൊരു വർക്ക് ചെയ്യുന്ന കണ്ടാൽ പോലും ഞാൻ ചോദിക്കത്തില്ല, ഇപ്പോഴും ചോദിക്കില്ല, എന്താ എന്നെ വിളിക്കാത്തത്, ഞാൻ ഫ്രീ ആയിരുന്നല്ലോ എന്ന് ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഇനി അങ്ങോട്ട് ചോദിക്കുകയില്ല. കാരണം ഞാൻ വഴിതെറ്റി വന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഒരു സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എന്നെ പഠിപ്പിച്ചു തരാനായിട്ട് ആരുമില്ലായിരുന്നു. ഇത് ഞാൻ സ്വയം വീണെടുത്ത് കിടന്ന് എഴുന്നേറ്റ് വീണ്ടും എഴുന്നേറ്റ് അങ്ങനെ പഠിച്ചു വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ. ഇന്ന് എൻ്റെ അക്കാഡമിയിൽ എൻ്റെ സിലബസാണ്, ഓൺ സിലബസ്, രഞ്ജുമാറിൻ്റെ സിലബസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിനൊരു ബുക്കുണ്ട്, ഒരു പുസ്തകം, മേക്കപ്പിൻ്റെ തന്നെ ഒരു പുസ്തകം തന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അത് ഒൺലി മൈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള പുസ്തകമാണ് മേക്കപ്പിനെ കുറിച്ചിട്ടുള്ള. അപ്പം എനിക്ക് എന്താ പറയുക, ABCD കൂട്ടി വായിക്കാൻ പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണ് ഞാൻ. മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്. പ്രീ ഡിഗ്രി ഫാത്തിമ മാത നാഷണൽ കോളേജിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നോളജ് തീരെ ഇല്ലാത്ത ഒരാളാണ്. അവിടെ നിന്ന് ഞാൻ ഇതെല്ലാം സ്റ്റഡി ചെയ്ത് ഇന്നൊരു സ്കിൻ അനാട്ടമി എന്താണെന്ന് കാണാതെ, അതായത് കണ്ണടച്ച് നിന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയും ഞാൻ പഠിച്ചത് എന്നിൽ നിന്നാണ്, എൻ്റെ ഫോൾട്ടുകളിൽ നിന്നാണ്. അപ്പം ഞാൻ ഒരിക്കലും പോയി ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ഈ നിമിഷം വരെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, എനിക്കിതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പം പല ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു, എന്നെ വർക്കിന് വിളിക്കുമോ, എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, എനിക്കൊന്ന് മെൻ്റലി ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ്, പ്ലീസ് കോൾ മീ എനി വർക്ക്. സിനിമയുടെ വർക്കാണെന്നുണ്ടെങ്കിൽ മറ്റ് വർക്കുകളാണെന്നെങ്കിലും വിളിക്കണം. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഞങ്ങൾക്ക് ചിലവാക്കി വച്ചിരിക്കുന്ന മേക്കപ്പ് സാധനങ്ങളാണ്, പ്ലീസ് എന്നെ വിളിക്കണമെന്ന് ഞാൻ കാല് പിടിച്ച് 1-2 ആർട്ടിസ്റ്റുകളോട് ഞാൻ വിളിക്കാം. അവരെന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, വിളിക്കാം എന്ന് തന്നെയായിരുന്നു. പക്ഷേ അവരാരും എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ വാട്ട് എവർ, അത് അവരുടെ ഇതായിരിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ രഞ്ജുമാറിനെ വിളിക്കുമ്പം അവർക്ക് മറ്റുള്ള ഇടങ്ങളിൽ നിന്നുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഒക്കെ അവർക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാവാം, എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇടപെട്ടിട്ട് ഇപ്പം ഈ ഒരു ഇഷ്യൂവിൽ സംസാരിച്ചത് കൊണ്ട് രഞ്ജുവിനെ മനഃപൂർവ്വം, അതിപ്പം രഞ്ജുവിന് ഏറെക്കുറെ യാഥാർത്ഥ്യങ്ങൾ അറിയാം, അപ്പം ആ രഞ്ജു കരുതുന്നത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്നുണ്ടോ? ഐ മീൻ ആ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളോ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് എനിക്ക് അറിയണ്ട, സത്യമായിട്ടും എനിക്കറിയണ്ട. ഞാനത് ഇതുവരെയും ചോദിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല, എന്താ എന്നെ വിളിക്കാത്തത്,
എന്താണ് കാരണം എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഇവരെ എല്ലാവരെയും ഏതെങ്കിലും ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ച് ഞാൻ കാണുമ്പോഴെല്ലാം സ്നേഹത്തോടു കൂടി പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ ഒരു നല്ല കാര്യങ്ങളോ മോശകാര്യങ്ങളോ കണ്ടാൽ അവർക്ക് മെസ്സേജ് അയച്ച് ഞാനത് എൻ്റെ ഒരു എന്താണ് എൻ്റെ മനസ്സിൽ അത് ഞാൻ പ്രകടമാക്കുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്കത് ചോദിക്കേണ്ട കാര്യമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടും കിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും പല കോണിൽ നിന്നും ചർച്ചകൾ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കിട്ടും കിട്ടില്ല അല്ലെങ്കിൽ നീണ്ടുപോകുന്നു, മനഃപൂർവ്വം ഇരയെ അല്ലെങ്കിൽ പ്രതി ക്രൂശിക്കപ്പെടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. രഞ്ജുവിന് ഇതിനോട് എന്നുള്ളൊരു ടേക്ക് എന്താണ്? നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നീതി കിട്ടണമെന്ന് തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈവനിപ്പോൾ എല്ലാ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇരയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത്. അതിജീവിത എന്ന് പറയുന്നത് ഒരു അതിജീവിത തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൽ ഇനിയും നടക്കാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെ ഇതിനകത്ത് നിരപരാധികളാണ്, ആരൊക്കെയാണ് അപരാധികളെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അല്ലേ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇനിയിപ്പം എന്ത് തന്നെ സംഭവിച്ചാലും അത് ദൈവഹിതം എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കുന്നു. ഇപ്പം പോലീസിൽ നിന്ന് വിളിച്ചു, ക്രൈംബ്രാഞ്ച് അല്ലേ? അതെ അതെ അതെ, ക്രൈംബ്രാഞ്ചിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആളുടെ പേര് പറഞ്ഞു, ഒരാളെ ഇങ്ങനെ വിളിച്ച് നിങ്ങൾ ജസ്റ്റ് അയാൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ക്രൈംബ്രാഞ്ചിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പല ഇന്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിന് യാദൃച്ഛികമായിട്ട് വന്ന ഒരാളാണ്. ഈ ഒരു ഫോൺ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വോയിസ് കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രെയിമിലേ ഇല്ല. മനസ്സിലായില്ലേ? അത് എൻ്റെ ഗതികേട് എന്ന് വേണം പറയേണ്ടത്. അത് അന്ന് ഞാൻ ഒരു സങ്കടം തോന്നി, ഞാൻ അത് അയച്ചു. അതെൻ്റെ ഒരു എന്താ പറയുക, ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. വേണ്ട, സാരമില്ല, അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന് ഞാൻ എല്ലാവരുടെയും കാര്യത്തിൽ, ഈ കാര്യത്തിൽ മാത്രമല്ല, അത് ഞാൻ ആദ്യമേ സുമേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് ഉള്ളതായിരിക്കാം. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ ആവശ്യമില്ലാത്തവരുടെ കാര്യങ്ങളിൽ പോയി തലയിടരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട. അപ്പം നമുക്ക് മുന്നിൽ നടന്ന ഒരു കാര്യം കണ്ടതിന് ശേഷം നമ്മുടെ കണ്ണ് കെട്ടിയിട്ട് കണ്ടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് ശരിയാകും? മനസ്സിലായില്ലേ? അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. കാരണം അവൻ്റെ ഒരു പ്രശ്നം അത് എൻ്റെ പ്രശ്നമാണ്, അവൻ്റെ സങ്കടം എൻ്റെ സങ്കടമാണ്. അവനൊരു വിജയം കൈവരിക്കാനുള്ള ഒരു ചവിട്ടുപിടി ഞാനാണെന്നുണ്ടെങ്കിൽ ഐ ആം റെഡി ടു. അതാണ് ഞാൻ. അപ്പം എൻ്റെ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എൻ്റെ ബ്ലഡ് റിലേഷനെ വരെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ. അതെൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, സ്വന്തം വീട്ടിൽ സ്വന്തം ചോരയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ നീ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ നീ എവിടെയോ വെച്ച് പരിചയപ്പെട്ടവരെ എവിടെയോ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിച്ചിട്ടുള്ളത് പലപ്പോഴും, അന്നും ഇന്നും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഇൻസിഡൻറ്റുകൾ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ട് ഞാൻ ഇത്രയും പാഠങ്ങൾ പഠിച്ച് ഞാൻ നന്നായിട്ട് എക്സാം എഴുതി ഞാനൊരു ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇനി ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആവുമെന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനോ ഒന്നും പറയില്ല. ഇപ്പം സുമേഷ് ഏട്ടനായതുകൊണ്ട് മാത്രമാണ്. വേറൊരു ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും സംസാരിക്കുകയല്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു, ആ ചാപ്റ്റർ അവിടെ അവസാനിച്ച കാര്യം, ഇനി അത് തുറക്കണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി സുമേഷ് ഏട്ടനുമായിട്ടുള്ള അത്രയും സൗഹൃദം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതിന് അതർവൈസ് ഞാനിത് പറയില്ലായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് കണക്ട് ഒരു ചോദ്യം കൂടെ ഉള്ളു. ഇപ്പം ഞാൻ കേട്ടതാണ്, ഈ അന്ന് അതിജീവിത സപ്പോർട്ട് ചെയ്ത നടിമാർ പോലും രഞ്ജുവിന് സപ്പോർട്ട് ചെയ്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു സപ്പോർട്ടും അത് ശരിക്കും ജെനുവിൻ ആയിട്ട് തോന്നുന്നുണ്ടോ? വെറുതെ കാണിക്കാൻ വേണ്ടി പുറംമൂടി എന്ന് പറയുന്ന ആ സമയത്ത് ഇപ്പം ഞാനും സുമേഷ് ഏട്ടനും ശത്രുക്കളാണെന്ന് വെച്ചോ. അപ്പം എനിക്കൊരു പ്രശ്നമുണ്ടായി, അപ്പം സുമേഷ് ഏട്ടന് കോമൺ ആയിട്ട് കുറച്ച് ശത്രുക്കൾ വേറെ ഉണ്ടാവും. ഈ ശത്രുക്കളെല്ലാം ഓടി എങ്ങോട്ടാണ് വരുന്നത്? എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ബിക്കോസ് നിങ്ങളെ ഇട്ട് ചവിട്ടി കൂട്ടാൻ ഒരു അവസരമാണ് അല്ലേ? അപ്പം ആ അവസരത്തിന് വേണ്ടിയിട്ട് വരുമായിരിക്കും. അങ്ങനെ സംഭവിക്കാം.
ഫ്യൂച്ചറിൽ. അപ്പം അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഓക്കെ. അവർക്ക് പ്രകടിപ്പിക്കാൻ ഒരു അവസരം ഇല്ലായിരുന്നു. ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ എടുത്തെറിഞ്ഞു. അതിന് വേണ്ടിയിട്ട് വന്നതായിരിക്കാം. ഞാൻ ഇന്ന് എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുവാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വിട്ട് ഞാൻ ഒരു അണ്ണുവേടോ ഞാൻ ചലിക്കുകയല്ല. ഇവനിപ്പോൾ നാളെ എന്നെ ഈ അതിജീവിത വർക്കിന് വിളിച്ചില്ലെങ്കിലും ലോകത്തൊരു ആർട്ടിസ്റ്റുകളും എന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചില്ല എന്നെങ്കിൽ പോലും ഇനി ഞാൻ അതിനെ തരണം ചെയ്യും. ഇനി എനിക്കത് തരണം ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് ജീവനുകൾ എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, അവർക്കൊക്കെ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. ഞാൻ എന്തിനോ വേണ്ടിയിട്ട് എവിടെയൊക്കെയോ എൻ്റെ വാക്ക് പാലിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഇതൊക്കെ ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു എന്താ പറയുക, എവിടുന്നോ വന്ന ഒരു പ്രകാശം കണ്ട് ഞാൻ ഓടിയത് എന്തിനായിരുന്നു എന്നൊക്കെ ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ചുറ്റുവട്ടത്ത് കുറച്ച് പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ മക്കളായിട്ട് കാണുന്ന കുറച്ച് പേര്, അവർ തരുന്ന ഒരു സപ്പോർട്ട്, അവർ തരുന്ന ഒരു ബിൽഡപ്പ്, ഇതെല്ലാം എനിക്ക് ആവശ്യമാണ്. അതൊക്കെ മതി എനിക്കിനി. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ വേറെ രസകരമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം രഞ്ജു വെച്ച ഓഡിയോ മെസ്സേജാണ് ക്രൈംബ്രാഞ്ച് കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ രഞ്ജു ആ നടിയോട് ചോദിച്ചോ നീയാണോ അത് കൊടുത്തത്? തമാശകൾ നമ്മൾ ചോദിക്കില്ല, എങ്ങനെ കിട്ടി? ഇല്ല, കാരണം അല്ലെങ്കിൽ ഇവരുടെ രഞ്ജുവിന്റെ ഫോൺ ഇപ്പം ഈ കുറച്ച് പേരുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്തല്ലോ. ആ, അപ്പൊ അതിൽ കിട്ടിയതാ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. ഓ അങ്ങനെ. മനസ്സിലായോ? ആ, സംഭവം മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ തമ്മിൽ വോയിസ് നമ്മൾ റെക്കോർഡ് സംസാരിച്ചു, ഞാൻ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു, അയച്ചു. മറ്റൊരാളുടെ ഫോൺ മറ്റൊരാളുടെ ഫോൺ പോലീസ് പിടിച്ചു. എന്തൊരു അതാണ്, അവിടെയാണ് സംഭവം പാളിപ്പോയത്. അന്ന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്ന ആപ്സുകളൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ വന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് അപ്പം തന്നെ കളയാമല്ലോ. കളയാതുള്ള. ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യാലോ. ഇപ്പൊ അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓ അങ്ങനെ പോയതാണ് സംഭവം. യാ, ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കേസിൽ സാക്ഷി ഇതിൽ വന്നതിന് ശേഷം രഞ്ജുവിന്റെ ഫോണും മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ രഞ്ജുവിന്? യാ, ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും. ചെയ്തോട്ടെ. എനിക്കതൊന്നും ഒരു വിഷയമല്ല. കാരണം ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. എനിക്ക് ആരെയും നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാളെപ്പോലും ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നശിപ്പിച്ചിട്ടില്ലാത്ത ആളാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസം എന്നിൽ അടിയുറച്ച് തന്നെ ഇരിപ്പുണ്ട്.